ബത്തേരിയുമല്ലേ ഐ.സി. ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് ഉണ്ടായിരുന്നു അല്ലേ അന്ന? ഐ.സി. ബാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെ ഗോപിനാഥിനെ ചോദ്യം ചെയ്യുന്നു, ചില രേഖകൾ കണ്ടെത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഐ.സി. ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് റെയ്ഡ് നീളുന്നത്. അതെ, ഇന്ന് രണ്ടാമത്തെ ദിവസമായിരുന്നു ചോദ്യം ചെയ്യൽ. നാളെ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരുകയാണ്. ഇന്ന് റെയ്ഡ് നടത്തി NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഐ.സി. ബാലകൃഷ്ണനുമായി പോലീസ് കേണിച്ചിറയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. രാവിലെ 10 മണിയോടെ കൽപ്പറ്റ പുത്തൂർവയൽ പോലീസ് ഹെഡ്ക്വാർട്ടർ ക്യാമ്പിൽ ഐ.സി. ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി. ചോദ്യം ചെയ്യലിനിടെ കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം MLAയും കൊണ്ട് 1:30 കേണിച്ചിറയിലെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത്. 1 മണിക്കൂറോളം പരിശോധന നീണ്ടു. ചില സുപ്രധാന രേഖകൾ പരിശോധിക്കുകയും പകർപ്പുകൾ എടുക്കുകയും ചെയ്തു. വിജയന്റെ മരണത്തിനിടയാക്കിയ അർബൻ ബാങ്കിലെ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ഇന്നലെ MLAയെ 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർ ചോദ്യങ്ങളും കേസിലെ 3-ാം പ്രതി കെ ഗോപിനാഥിന്റെ വീട്ടിൽ നിന്നും DCC ഓഫീസിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ച രേഖകളിന്മേലും ചോദ്യങ്ങളുണ്ടായി. NM വിജയന്റെ മകനെ ബത്തേരി അർബൻ ബാങ്കിലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ മറ്റൊരാളെ തൽസ്ഥാനത്തേക്ക് നിയമിക്കാൻ ശുപാർശ നൽകിയതായി ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ആ കത്ത് സംബന്ധിച്ചെല്ലാം ഇന്ന് ഐ.സി. ബാലകൃഷ്ണനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. അങ്ങനെ ഒരു ശുപാർശ കത്ത് നൽകിയിരുന്നതായി ഐ.സി. ബാലകൃഷ്ണൻ സമ്മതിച്ചതായാണ് സൂചന. ഏതായാലും നാളെയും ഐ.സി. ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് തുടരും. നാളെ അദ്ദേഹത്തിന്റെ അറസ്റ്റും ഉണ്ടായേക്കാം. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് KR.